തരൂർ UDF-ന് വേണ്ടി രംഗത്തിറങ്ങുകയാണ്. എന്തെല്ലാം കാഴ്ചകളാണ് സർ കണ്ടത്? CPM-ഉം BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, പിന്നാലെ CPM പിന്നാലെ കൂടുന്നു, ഒടുവിൽ തരൂരിനെ എല്ലാം പറഞ്ഞ് പരിഹരിച്ചു എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിൽ? തരൂർ UDF-ന് വേണ്ടിയാണോ ഇറങ്ങുന്നത്, അത് വേറെ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിൻ്റെ പുറത്താണോ ഇറങ്ങുന്നത്, ഇനി അതെല്ലാം സ്വയം ഇറങ്ങുന്നതാണോ, അതിന് ഗത്യന്തരമില്ലാതെ UDF-ൻ്റെ നേതൃത്വത്തെക്കാൾ അപ്പുറത്ത് കേന്ദ്ര നേതൃത്വം അതിന് വഴിവെച്ച് കൊടുക്കുന്നതാണോ, ഇനി കേന്ദ്ര നേതൃത്വത്തിൽ ആരുടെയെങ്കിലും നോമിനിയായി ഇറങ്ങുന്നതാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എന്തായാലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനി എന്ന് പറയുന്നത് അവിടെ ഇല്ലേ, മലയാളികളില്ലേ, മലയാളികളായിട്ടുള്ള ആളുകളില്ലേ കേന്ദ്രത്തിൽ. അപ്പം നേരിട്ട് വന്ന് ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നതിന് പകരം ഒരാളെ കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇങ്ങോട്ടേക്ക് വിട്ടാൽ സ്വാഭാവികമായും അതിനുണ്ടാകാവുന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാത്തവരല്ലല്ലോ കേരളത്തിലെ. എന്താ സംശയം? എന്താ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ല, ഒരു തർക്കത്തിന് സ്കോപ്പില്ല. ഇവിടെ കുറച്ചു കാലം ശ്രീ സതീശൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ തങ്ങളാണ് മുഖ്യമന്ത്രി എന്നുള്ള അവരുടെ അണികളെ കൊണ്ടുള്ള പ്രചരണം കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രീമാൻ KC വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുകയും തനിക്കറിയില്ല എന്നൊക്കെ VD സതീശൻ പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എത്രയോ ദിവസങ്ങളിൽ അത് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുകയും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ UDF-ൻ്റെ ഭരണം വരാൻ പോകുന്നു. അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അസംബ്ലിയിൽ കിട്ടുന്ന MLA-മാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് അല്ല, കിട്ടിയ പഞ്ചായത്തുകളുടെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയൊക്കെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത മുഖ്യമന്ത്രി ഞങ്ങളാണ് എന്ന് UDF-കാർ തീരുമാനിക്കുന്നത്. അങ്ങനെ നേരത്തെ ഒരു അവസരം കേരളത്തിലുണ്ടായിരുന്നു. നേരത്തെ ശ്രീമാൻ EK നായനാരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഞങ്ങൾ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞവരൊക്കെ പിരിച്ചുവിട്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആ സർക്കാർ തിരിച്ചു വരികയല്ലേ ചെയ്തത്, ആ സർക്കാർ താഴെ പോയി അടുത്ത സർക്കാർ വരികയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി ഇനി ഈ വിജയം കൊണ്ട് ത്രിതല പഞ്ചായത്തിലെ ആളുകൾ വോട്ട് ചെയ്യുന്ന രൂപത്തിലല്ല, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിലല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം മുന്നിൽ കാണാതെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ രാഷ്ട്രീയം മുന്നിൽ കാണാതെ അവർ അനുമാനിക്കുകയാണ് വരാൻ പോകുന്നത് UDF-ൻ്റെ മന്ത്രിസഭയാണ്, വരാൻ പോകുന്നത് UDF-ൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകളെല്ലാം. ഇപ്പോൾ പറഞ്ഞോല്ലേ, KC-യുടെ നോമിനിയായിട്ട് തരൂരിനെ പോലൊരു എന്താ പറയുക, വിശ്വപൗരൻ എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരാൾ ഇറങ്ങുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതാണ്? ഞാൻ പറഞ്ഞത് നോമിനിയാണെന്നല്ല, സ്വയം വരാൻ പറ്റാതെ വരുമ്പോൾ ഒരാൾ കൂടി ഇരിക്കട്ടെ എന്നുള്ളതാണല്ലോ അതിൻ്റെ രാഷ്ട്രീയം. ഉദാഹരണത്തിന് ശ്രീ KC വേണുഗോപാൽ നേരിട്ട് ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആണ് എന്ന് അണികളെ കൊണ്ട് പറയിപ്പിച്ച്, തൻ്റെ അണികളെ കൊണ്ട് പറയിപ്പിച്ച് ഒരു പ്രചരണം നടത്തുന്നതിലും ഏറ്റവും എളുപ്പമുള്ള രാഷ്ട്രീയം എന്താണ്? അതിന് പകരം ഈ ഭൈമി കാമുകന്മാരുടെ ഇടയിലേക്ക് ഒരാളെ കൂടി വെച്ചു കൊടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ KC ഒക്കെ പറയുന്നതിനനുസരിച്ച് തുള്ളാൻ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണോ തരൂർ? തരൂർ AICC അധ്യക്ഷനായിട്ടും ശ്രീമാൻ രാഹുൽ ഗാന്ധിയുമായിട്ടും ചർച്ച നടത്തിയതാണല്ലോ അദ്ദേഹം പുറത്തുവിട്ട, അല്ലെങ്കിൽ AICC പുറത്തുവിട്ട ചിത്രം അതാണല്ലോ. ചർച്ചകൾ നടത്തി, എല്ലാം പരിഹരിച്ചു, ഇനിയെല്ലാം പാർട്ടിക്കൊപ്പം, ഇനിയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടാതെ, എന്തെങ്കിലും ഒരു സാധ്യത തെളിഞ്ഞു കിട്ടാതെ, ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിനെ പോലെയുള്ള ഒരു കോൺഗ്രസ് ലീഡർ, അതായത് AICC അധ്യക്ഷനായി മത്സരിച്ച ആളാണെന്ന് ആലോചിക്കണം. AICC-യുടെ നേതൃത്വവുമായി നിരന്തരമായി കലഹിക്കുന്ന ഒരാളാണ്. AICC നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരമായി വിമർശനം ഉന്നയിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ AICC നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് AICC സമിതിയുടെ തന്നെ നേതൃത്വത്തിനെതിരെ നിരന്തരമായി പ്രസ്താവനകൾ ഇറക്കുകയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ അങ്ങനെ വെറുതെ വന്ന് കേരളത്തിൽ ഇനി മുതൽ ശ്രീമാൻ VD സതീശൻ്റെയും ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞാനിവിടെ അടങ്ങിക്കഴിയാം എന്ന് പറയുമോ? അങ്ങനെ നമ്മൾ വിശ്വസിക്കണോ? അങ്ങനെ ധരിക്കണോ കേരളത്തിലെ UDF രാഷ്ട്രീയത്തിൽ? അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഉറപ്പുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള മുകളിൽ നിന്നുള്ള ഉറപ്പുകൾ എന്ന് പറഞ്ഞാൽ AICC-യിലെ ഇവർ പറയുന്ന ഹൈക്കമാൻഡ്. ആരാ ഹൈക്കമാൻഡ്? കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ AICC അധ്യക്ഷനല്ല. അപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് ലഭിക്കാതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് നിന്ന് ശശി തരൂർ BJP-ക്കൊപ്പം പോകും, മോഡിക്കൊപ്പം പോകും.
നരേന്ദ്രമോദിക്കൊപ്പം ശശി തരൂർ പോകാൻ വേണ്ടി പോകുന്നു, ശശി തരൂർ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകുന്നു, എത്രയോ പ്രചരണം നടന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ എന്താ നടന്നത്? LDFിലേക്ക് പോകുന്നു, CPMലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രചരണം നടത്തുകയും ഇത്രയൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ശശി തരൂർ ഒരു സുപ്രഭാതത്തിൽ ഞാനിതെല്ലാം അവസാനിപ്പിച്ചു, ഞാൻ ഇനി കേരളത്തിലെ കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷൻ്റെ കീഴിൽ ഞാൻ അടങ്ങി ഒതുങ്ങി ഇവിടെ ഒരു പ്രവർത്തകനായി നിൽക്കാം എന്ന് തരത്തിൽ അദ്ദേഹം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ധരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ സത്യത്തിൽ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുകയാണോ ചെയ്തത്? ഹൈക്കമാൻഡ് അദ്ദേഹത്തെ വരച്ച വരയിൽ നിർത്തുകയാണോ ചെയ്തിട്ടുള്ളത്? രണ്ടിനും സാധ്യതയില്ല. സാധ്യത കൂടുതലുള്ളത് ഹൈക്കമാൻഡ് ശശി തരൂരിൻ്റെ പൊട്ടൻഷ്യൽ, UDFിലെ പൊട്ടൻഷ്യൽ കണ്ടറിഞ്ഞ് അദ്ദേഹം BJPക്കൊപ്പമാണോ LDFിനൊപ്പമാണോ പോവുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് UDFന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത ശശി തരൂരിനെ കൊണ്ട് ഒപ്പം നിർത്തിക്കൊണ്ട് വേണം പോകാൻ എന്നുള്ള തിരിച്ചറിവായിരിക്കാം. പക്ഷെ സ്വാഭാവികമായും അദ്ദേഹം അതിന് വഴങ്ങണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് ലഭിക്കണ്ടേ? അതെ, അദ്ദേഹത്തിന് ഉറപ്പ് ലഭിക്കേണ്ടത് തന്നെയാണ്. 100% അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടാകും. ഇല്ലാതെ അദ്ദേഹം അതിനുവേണ്ടി വരുമോ? അദ്ദേഹം ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ KPCC നേതൃത്വത്തിന് കീഴിൽ നിൽക്കാം എന്ന് പറയുമോ? ഒരിക്കലുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പദ്ധതി വിജയിച്ചു എന്നുള്ളതായിരിക്കില്ല. 100% അദ്ദേഹത്തിന്റെ പദ്ധതി. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് രണ്ട് പാർട്ടികളാണ് വാതിൽ തുറന്നിട്ടത്. ഏതിലേക്ക് പോയിരുന്നാലും അത് ഈ പറയുന്ന UDFനെ ശരിക്കും ബാധിക്കുകയും ചെയ്യും. വരുന്ന തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ജയിച്ചത് എന്ന് പറഞ്ഞുകൂടെ? സ്വാഭാവികമായും UDF നേതൃത്വത്തിൽ ശ്രീ ശശി തരൂർ വരുമ്പോൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന കേരളത്തിലെ UDF രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചാലകശക്തിയായി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഉറപ്പിക്കുകയാണ് അദ്ദേഹം. ഞാൻ AICC അധ്യക്ഷൻ്റെ അടുത്തും രാഹുൽ ഗാന്ധിയുടെ അടുത്തും ചർച്ച നടത്തിയിട്ടാണ് വരുന്നത് എന്ന് അദ്ദേഹം എന്തിനാണ് ആ മെസ്സേജ് കൊടുക്കുന്നത്? എന്ത് മെസ്സേജാണ് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കൊടുത്തത്? ഞാൻ വരുന്നത് നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്നതിന് പിന്നിൽ എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചയിൽ നിന്നുള്ള ഉറപ്പുകളുണ്ട് എന്നാണല്ലോ അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ്. ആ ഉറപ്പ് എന്താണെന്ന് AICC നേതൃത്വം പറയാത്തിടത്തോളം കാലം, ശ്രീ ശശി തരൂർ പറയാത്തിടത്തോളം കാലം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ മുഖ്യമന്ത്രി കുപ്പായം ധരിച്ചിരിക്കുന്ന ആളുകളുടെ തലയ്ക്ക് മുകളിലാണ് ശ്രീ ശശി തരൂർ വന്നിരിക്കുന്നത്. അപ്പോൾ ശശി തരൂരിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ട് ഇരുത്തിയതിൻ്റെ ഘടകമാണ് നമ്മൾ നേരത്തെ സംശയിക്കേണ്ടത്. അത് ശശി തരൂർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അദ്ദേഹം മാത്രം വിചാരിച്ചാൽ അങ്ങനെ മുകളിലേക്ക് വന്നിരിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയും ഇപ്പോഴത്തെ UDF രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ മുകളിലേക്ക് ഇരുത്തണമെന്നുണ്ടെങ്കിൽ നേരത്തെ AICC നേതൃത്വത്തിലുള്ള മലയാളി സാന്നിധ്യങ്ങളും അതുപോലെ തന്നെ AICCയിലെ താല്പര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടണം. കേസ് തന്നെ പറയുകയുണ്ടായി, ഒരിക്കൽ പറയുന്നുണ്ട് ഞാൻ മത്സരിക്കാനില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ കേസി വളരെ വിപുലമായ രീതിയിൽ മുഖ്യമന്ത്രിയാകാനുള്ള പടയൊരുക്കം നടത്തുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നതുമാണ്. അപ്പോൾ സതീശൻ്റെയൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ തലക്ക് മുകളിലേക്ക് തരൂരിനെ പ്രതിഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ കേസിക്കും ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ UDF രാഷ്ട്രീയത്തിൽ അതുകൊണ്ടാണ് ശ്രീ ശശി തരൂർ ഞാൻ എല്ലാം പാർട്ടിക്ക് വിധേയമായി വരുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പാർട്ടിക്ക് വിധേയമായി വരുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ തിളച്ചും മറിഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിനെതിരെയുള്ള വികാരത്തെ തണുപ്പിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ശ്രീ ശശി തരൂർ കൊടുക്കുന്നത്. ഞാൻ മുകളിൽ നിന്നുള്ള അനുവാദത്തോടും മുകളിൽ നിന്നുള്ള തീരുമാനത്തിൻ്റെയും മുകളിൽ നിന്നുള്ള ആശീർവാദത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഞാനാണ് ഇതിന് അർഹൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എനിക്കിതിന് അർഹതയുണ്ട് എന്ന് സ്വാഭാവികമായും UDFിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ശ്രീ ശശി തരൂർ വന്നിറങ്ങുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ UDF രാഷ്ട്രീയത്തിൽ ഇന്ന് കോൺഗ്രസ്സിലെ ഒരു പ്രമുഖമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാധീനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും വിഭാഗങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി മാത്രമേ കോൺഗ്രസ്സിന് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയൂ. കോൺഗ്രസ്സിന് മാത്രമായി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ കോൺഗ്രസ്സിലില്ല. കോൺഗ്രസ്സിന് പ്രതിപക്ഷ നേതാവിനെ തന്നെ തീരുമാനിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ കഴിയാവുന്ന
കഴിയാത്ത പാർട്ടിക്ക് അതിന് മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും അനുമതി വേണ്ടി വന്ന പാർട്ടിക്ക് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്തായിരിക്കും സാഹചര്യം? അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കിട്ടാൻ പോകുന്ന പ്രാതിനിധ്യം UDF-ലെ ആളുകൾക്കറിയാം. അപ്പോൾ അതിനെ ഒരുമിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ, അതിന് തർക്കങ്ങളില്ലാതെ പോകണമെങ്കിൽ, പ്രത്യേകിച്ച് NSS പോലെ SNDP പോലെയുള്ള സാമുദായിക സംഘടനകൾ, ഇപ്പോൾ ശശി തരൂർ വരുമ്പോൾ NSS-ൻ്റെയും SNDP-യുടെയും ഒക്കെ താല്പര്യം എന്താണെന്നും റോൾ എന്താണെന്നൊക്കെ ഉള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് NSS-ൻ്റെ റോൾ എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഒരു വലിയ സോഷ്യൽ സംവിധാനത്തിലേക്കാണ് ശ്രീ ശശി തരൂർ വരുന്നത് UDF-നകത്തെ. അത് UDF-ന് ഭരണം കിട്ടുമോ, UDF-ന് മുന്നോട്ട് പോകാൻ കഴിയുമോ, രണ്ടാമത്തെ കാര്യം. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത, പ്രത്യേകിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ BJP ശക്തമായിട്ടുള്ള സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പല മണ്ഡലങ്ങളിലും. അപ്പോൾ സ്വാഭാവികമായും BJP മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, ഒരു തൂക്കുസഭ വരുന്ന സാഹചര്യം ഉണ്ടായാൽ, UDF-ന് സ്വന്തമായൊരു അധികാരം കിട്ടുന്ന, അല്ലെങ്കിൽ അവരിലേക്ക് വരാൻ കഴിയുന്ന, ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ലാത്ത സാഹചര്യമാണ്. അവിടേക്കാണ് ശ്രീ ശശി തരൂർ വരുന്നത്. അപ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട്, അതിനൊരു സാഹചര്യമുണ്ട്, അതിനൊരു മുകളിൽ നിന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അത് കേരളത്തിലെ നിലവിലെ കുപ്പായം തേപ്പിച്ചിരിക്കുന്നവർക്കിടെ തലയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകേണ്ടത്. അതിന് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനകത്തേക്ക് വരും. ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് നിങ്ങളിലേക്ക് എത്തും. ലൈക്ക് ചെയ്യുക, വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.